ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിങ്ങനെ ഒരു തെറാപ്പി സെഷനിൽ ഇരിക്കുന്ന സമയത്ത്, ഒരു കപ്പിൾ തെറാപ്പി സെഷനിൽ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരാൾ കംപ്ലെയിൻറ്റ് ചെയ്തൊരു കാര്യമായിരുന്നു. പ്രഗ്നൻസി പീരിയഡ് ടൈമിൽ ആ വ്യക്തിക്ക് അതായത് ഹസ്ബൻഡിന് കൂടെ സഹായിക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ പീരീഡ്സ് വരുന്ന സമയത്ത് അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ അവർക്കറിയില്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അന്വേഷിച്ച് വന്നപ്പോഴാണ് ആ ചേട്ടന് വളർത്തുന്നത് ലൈക്ക് സിബ്ലിങ്സ് എല്ലാം മെയിലായിരുന്നു, ഫ്രണ്ട്സ് എല്ലാം മെയിലായിരുന്നു. വേറൊരു ഫീമെയിലുമായിട്ട് അധികം അമ്മയല്ലാതെ വേറൊരു ഫീമെയിലായിട്ട് അധികം കോണ്ടാക്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് അറിയാത്ത രീതികൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള രീതിക്ക് ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻസ് മാം എങ്ങനെയായിരിക്കാം ഹാൻഡിൽ ചെയ്യുന്നത്? ഒരു സ്ത്രീ ഗർഭിണിയാവുമ്പോൾ അതല്ലെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആ സ്ത്രീക്ക് കുറേ സപ്പോർട്ട് വേണം. അതിലൊരു വലിയ സപ്പോർട്ടാണ് പാർട്ട്ണറുടെ എംപത്തി. പാർട്ട്ണർ എങ്ങനെയാണ് എന്നെ മനസ്സിലാക്കണേ, പാർട്ട്ണറിന് ഞാൻ പറയണതിന് മുമ്പ് എൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. സോ ഒബ്വിയസ്ലി ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ക്രിക്കറ്റർ, ഒരു ഭയങ്കര സ്പോർട്സ് താരത്തിനോട് ഞാൻ പറയുകയാണ്, നൗ യു ഹാവ് ടു കെയർ ഫോർ ദിസ് ഡെലിക്കേറ്റ് പ്ലാന്റ്. ഇതിൻ്റെ വെള്ളം, ഇതിൻ്റെ ന്യൂട്രിയൻസ്, ഇതൊന്ന് ചെറുതായിട്ട് വാടുമ്പോൾ അതല്ലെങ്കിൽ ഇതിന് എത്ര ലെവലിൽ വെള്ളം കൊടുക്കണം, ഇതൊക്കെ നീ ഇനി ശ്രദ്ധിക്കണം. അങ്ങനെ പറയണ പോലെ ആയിരിക്കും പല പുരുഷന്മാർക്കും. എസ്പെഷ്യലി ലൈക്ക് യു സെഡ്, ഇഫ് ദേ ആർ ഓൾവേസ് അറൗണ്ട് മെയിൽസ് ആൻഡ് ദേ ഹാവ് നെവർ അണ്ടർസ്റ്റുഡ് ദ വുമൺ ഡീപ്ലി. അപ്പോൾ അവർ ഈ പ്ലാന്റിനെ എങ്ങനെ കെയർ ചെയ്യും, അപ്പോൾ അത്രയും ശ്രദ്ധ വേണം. ആൻഡ് ദ മോർ യു ടേക്ക് കെയർ ഓഫ് ദാറ്റ് പ്ലാന്റ്, ദ മോർ ഇറ്റ് വിൽ ഫ്ലറിഷ്. അതേപോലെ തന്നെയാണ് ഒരു സ്ത്രീ ഗർഭിണിയാവണം അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവണം എന്ന് വിചാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവൾക്ക് ഇതുവരെ ആ എക്സ്പീരിയൻസ് ചിലപ്പോൾ ഉണ്ടായിട്ടേ ഉണ്ടാവില്ല. ഇറ്റ്സ് എ ന്യൂ തിങ് ഫോർ ഹർ. പക്ഷെ അവൾ എപ്പോഴാണ് ലോ ആവണത്, അവൾക്ക് എപ്പോഴാണ് ടെൻഷൻ, ചിലപ്പോൾ ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്, അതൊരു അമ്മയുടെ കടമയല്ലേ, അമ്മ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് എന്നൊക്കെ പറയുമ്പോൾ ഷീ ഫീൽസ് മിസ്അണ്ടർസ്റ്റുഡ്, ഷീ ഫീൽസ് നോട്ട് അണ്ടർസ്റ്റുഡ്. അപ്പോൾ അങ്ങനത്തെ ഡയലോഗ്സ് കുറയ്ക്കുക. അപ്പോൾ ഈ ഒരു വ്യക്തി ഈ പാർട്ട്ണറിനെ ശ്രദ്ധിക്കേണ്ടത്, ആ പാർട്ട്ണർ എന്താ എക്സ്പെക്റ്റ് ചെയ്യണേ, ദാറ്റ് ഐ ഷുഡ് ബി അണ്ടർസ്റ്റുഡ്, ദാറ്റ് ഐ ഷുഡ് ബി കെയർഡ് ഫോർ. എൻ്റെ ലോസും എൻ്റെ ഹൈസും മനസ്സിലാക്കണം, എൻ്റെ മൂഡ് സ്വിങ്സ് മനസ്സിലാക്കണം, എൻ്റെ ആങ്സൈറ്റീസ് മനസ്സിലാക്കണം, എനിക്ക് വരുന്ന ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് മനസ്സിലാക്കണം. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ കുറേ ലെവലിലേക്ക് കുറയും. ബിക്കോസ് ത്രൂ ഔട്ട് പ്രഗ്നൻസി ഷി വാസ് ഗോയിങ് ത്രൂ എ ടഫ് ടൈം ബിക്കോസ് ഹർ പാർട്ട്ണർ വാസ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഹർ. അങ്ങനെ ആകുമ്പോൾ ഡെലിവറി വിൽ ബി മച്ച് മോർ സ്കെറി. കുഞ്ഞിന് ഇൻഫൻറ്റിനെ നോക്കൽ ഡബിൾസ്. അങ്ങനെയാണ് ചിലപ്പോൾ പല കേസസിൽ അത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലേക്ക് പോണത്. ഓട്ടോമാറ്റിക്കലി ഹോർമോൺ ലെവൽസിൽ വ്യത്യാസം വരുന്നു, ചിലപ്പോൾ ഫുൾ ബ്ലോൺ സൈക്കോട്ടിക് എപ്പിസോഡിലേക്ക് പോകണു. പലപ്പോഴും സ്ത്രീകൾ കുഞ്ഞുങ്ങളെ കൊല്ലണത് ആ ഒരു അവസ്ഥയിലെത്തുമ്പോഴാണ്. അപ്പോൾ ആണുങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു കോഴി ബ്രൂഡി ആയിട്ട് ഇരിക്കുക എന്ന് പറയില്ലേ, വെൻ ഷീ ഈസ് സിറ്റിംഗ് ഓൺ എഗ്സ്, എങ്ങനെയായിരിക്കും, ഒറ്റ ഒരാളെ അടുപ്പിക്കില്ല, ആര് വന്നാലും അതിനെ കൊത്തി അകറ്റും. അങ്ങനെയാണല്ലോ ഒരു സ്ത്രീ ഏകദേശം ആ ലെവലിലാണ്, ഹെർ ഇമോഷൻസ് ആർ റണ്ണിങ് എ റൈറ്റ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അണ്ടർസ്റ്റാൻഡ്, ഓ ഷീ നീഡ്സ് ടു ബി ലെഫ്റ്റ് അലോൺ. ചില സന്ദർഭങ്ങളിൽ ഷീ വാണ്ട്സ് അറ്റൻഷൻ, ഷീ വാണ്ട്സ് ഫുഡ്, ഷീ വാണ്ട്സ് സപ്പോർട്ട്. അങ്ങനെ ആവുമ്പോൾ ബി ദെയർ വിത്ത് ദാറ്റ്. അപ്പോൾ ആ രീതിയിലൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻ ദ ലോങ് റൺ ഫോർ ദാറ്റ് ബോണ്ട് ടു എക്സിസ്റ്റ് സഹായിക്കും.